വിശുദ്ധായ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്നതാണ് ഇന്നത്തെ സുവിശേഷം. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. അവൻ മരണത്തിന് കീഴ്പ്പെടാൻ പാടില്ല. സുവിശേഷം വളരെ വ്യക്തമായി പറയുകയാണ്. കാരണം അവൻ ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് മരണമില്ല. അവൻ ഉയർത്തപ്പെട്ടേ പറ്റൂ. ശിഷ്യന്മാർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പലപ്പോഴും നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടിപതറുമ്പോൾ, നമ്മൾ തകർന്നു പോകുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എനിക്കറിയാം ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അത്രമാത്രം കടബാധ്യതയായിരുന്നു ആ മനുഷ്യൻ. തന്നെ അവസാനിപ്പിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ആ സമയത്താണ് അദ്ദേഹം പുത്തൻപള്ളിയിൽ നിന്നൊരു പ്രാർത്ഥന കേൾക്കുന്നത്. കാരുണ്യവാനായ കർത്താവേ, തന്നെ സമർപ്പിച്ച് ബലിയായി നൽകി നീ പുനരുത്ഥാനത്തിലേക്ക് കടന്നുവല്ലോ. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എന്നെ സമർപ്പിച്ച് ബലിയായി നൽകിയാൽ എനിക്ക് ഈ അവസ്ഥയിൽ നിന്നൊരു പുനരുത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കില്ലേ. അയാൾ തീരുമാനമെടുത്തു. ഇന്ന് അയാൾ സന്തോഷമായിട്ട് തൻ്റെ എല്ലാ കടങ്ങളും വീട്ടി ഇന്ന് ആ മനുഷ്യൻ ജീവിക്കുകയാണ്. ഈശോ ഉയർത്തപ്പെടണം. നമ്മളും ജീവിക്കേണ്ടവരാണ്. അതിന് നമുക്ക് സാധിക്കട്ടെ. ഉദ്ധിതനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈശോ നമ്മെ വഴി നടത്തട്ടെ.